ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 2 മിനിറ്റ് റൂളിനെ പറ്റിയിട്ടാണ്. 2 മിനിറ്റ് റൂളിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. 2 മിനിറ്റ് റൂൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു ജോലി 2 മിനിറ്റോ അതിൽ കുറവോ എടുക്കുള്ളൂ എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ചെയ്യുക എന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഷൂ മാറിക്കെടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പ് ഒന്ന് തുടച്ചിടുക, അല്ലെങ്കിൽ ഡിഷ് വാഷറിലോട്ട് നമ്മുടെ അഴുക്ക് പിടിച്ച പ്ലേറ്റ് ഒന്ന് എടുത്ത് വെക്കുക, ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ അപ്പം ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ അത് ഭയങ്കര പവർഫുള്ളാണ്. കാരണം ഇതെല്ലാം കുഞ്ഞു കുഞ്ഞു ടാസ്കുകളാണ്. നമ്മളത് ഒഴിവാക്കി അല്ലെങ്കിൽ പിന്നെ ചെയ്യാമെന്ന് വെക്കുമ്പോഴത്തേനും കൂടുതൽ മെസ്സി ആയിട്ട് അല്ലെങ്കിൽ ജോലികൾ കൂടുകയാണ് ചെയ്യുക. അപ്പോൾ അത് അപ്പം തന്നെ നമ്മൾ ടാക്കിൾ ചെയ്യുമ്പോൾ നമുക്ക് പിന്നീട് കുറേ സമയം ക്ലീൻ ചെയ്യുന്ന ആ ഒരു പണി നമുക്ക് ഒഴിവായി കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ഉണ്ടാക്കി വെക്കുക. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പിന്നീടത്തേക്ക് വെക്കുന്നത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ കുട്ടി കുട്ടി എഫേർട്സ് പെട്ടെന്ന് തന്നെ നമ്മുടെ വീടൊരു ക്ലീൻ ഹോം ആക്കി മാറ്റുന്നതിന് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ വീട് പെട്ടെന്ന് മെസ്സപ്പ് ആവുന്നത് ഒഴിവാക്കാൻ നമ്മളിത് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം നമ്മൾ പെട്ടെന്ന് മാഗസിൻ ഒന്ന് അവിടെ വെച്ച് ഇവിടെ വെച്ച് അതിന് പകരം അത് പ്രോപ്പർ പ്ലേസിൽ തന്നെ വെക്കാൻ നോക്കുക. നമ്മുടെ ഡ്രസ്സാണെങ്കിൽ നമ്മളത് ലോണ്ട്രി ബാസ്ക്കറ്റിലോ അല്ലെങ്കിൽ ഹാങ് ചെയ്യുന്നിടത്തോ എടുത്ത് വെക്കാൻ നോക്കുക. ടോയ്സ് ആണെങ്കിലും അതിൻ്റെ പ്ലേസിൽ അപ്പം തന്നെ ചെയ്യാൻ വേണ്ടി നോക്കുക. അത് നമ്മൾ ഇഗ്നോർ ചെയ്യുമ്പോഴാണ് ആ ഒരു പ്രശ്നം വരുന്നത്. നമ്മൾ അപ്പം തന്നെ അത് ഹാൻഡിൽ ചെയ്യുവാണെങ്കിൽ നമ്മുടെ എന്താ പറയുക, കൗണ്ടർ ടോപ്സ് ആണെങ്കിലും എല്ലാം കൂടുതൽ ക്ലിയർ ആയിട്ടും ഫങ്ഷണലായിട്ടും ഇരിക്കും. അപ്പോൾ ബാക്കി എല്ലാ നേരവും ക്ലീൻ ചെയ്ത് ഈ മെസ്സി സാധനങ്ങൾ എടുത്ത് നമ്മൾ പണി തീരാണ്ട് ഇരിക്കുന്നതിനേക്കാളും നമ്മൾ അപ്പം അതിനെ ഡീൽ ചെയ്ത് പോകുന്നു എന്നുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ സമയം ലാഭിക്കാനും നമ്മുടെ മെൻ്റൽ സ്ട്രെസ്സ് കുറയ്ക്കാനും എല്ലാം ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമ്മുടെ റൂം ടൈഡി ആയിട്ട് തന്നെ കീപ്പ് ചെയ്യാനും വെക്കുക. അപ്പം നമ്മൾ കൺസിസ്റ്റൻ്റ്ലി ഈ ഒരു റൂള് ഫോളോ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നോക്കുക. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിതിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനൊരു മൊമെൻറ്റം ഉണ്ടാവും. അപ്പം നമ്മൾ ഇപ്പോൾ ഈ കുട്ടി കുട്ടി കാര്യങ്ങൾ ചെയ്യുമ്പോഴാണെങ്കിലും നമ്മുടെ മനസ്സിലൊരു അച്ചീവ്മെൻ്റ് ഉണ്ട്, അത് കഴിഞ്ഞു എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. അപ്പോൾ പിന്നെയും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾക്ക് ആ ഒരു മോട്ടിവേഷൻ അവിടെ തന്നെ നിൽക്കും. ഇപ്പോൾ എന്തെങ്കിലും ഒരു ടവൽ ജസ്റ്റ് മടക്കി വെക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ അവിടെ കെടുക്കുന്നത് എടുത്ത് വെക്കാനോ അപ്പം തന്നെ നമ്മുടെ മനസ്സിൽ ഒരു പ്രൊഡക്റ്റീവ് ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ പിന്നെയുള്ള നമ്മുടെ മെയിൻ ടാസ്കുകൾ ചെയ്യാൻ അത് നമ്മളെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യും. മൊമെൻറ്റം എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ മാക്സിമം കാര്യങ്ങൾ നീട്ടി വയ്ക്കാതെ ഒരു ലോങ് ടു ഡു ലിസ്റ്റ് ആയിട്ട് മാറാതെ ഈ 2 മിനിറ്റ് റൂൾ യൂസ് ചെയ്തിട്ട് ചെറിയതായിട്ട് കാര്യങ്ങൾ ചെയ്യുക. പയ്യെ എനർജി ഉണ്ടാക്കി വെക്കുക. നമുക്ക് തോന്നും സമയം ഇങ്ങനെ അതും ഇതും ചെയ്തിട്ട് ചെറിയ ടാസ്കുകൾ ചെയ്ത് സമയം പോവുമല്ലോ എന്ന് തോന്നുന്നതിനേക്കാളും ശരിക്കും നമ്മളിത് മാറ്റി വെക്കുന്നതിനേക്കാളും ഒരുപാട് സമയം ലാഭിക്കുകയാണ് ചെയ്യുക. കാരണം നമ്മളിങ്ങനെ കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ അതിങ്ങനെ കുന്നുകൂടും, എല്ലായിടത്തും ടാസ്കുകൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ അത് പിന്നെ നമ്മൾ ചെയ്യാൻ നോക്കുമ്പോൾ കൂടുതൽ സമയമാണ് ശരിക്കും എടുക്കുക. അപ്പം കൗണ്ടർ വൈപ്പ് ചെയ്യാനാണെങ്കിലും അതെല്ലാം ഒരു സെക്കൻഡ്സിൽ കഴിയും. പക്ഷേ നമ്മൾ പിന്നെ അത് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഒരു പാല് തിളച്ച് പോയതാണെങ്കിൽ അത് അപ്പം തുടയ്ക്കുക എന്ന് പറയുന്നത് പിന്നീട് ചെയ്യുന്നതിനേക്കാളും ഒരുപാട് ഈസി ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ കണക്കാക്കുക. അപ്പോൾ ഏത് ജോലിയാണെങ്കിലും മാക്സിമം ഇച്ചിരി സമയം എടുക്കുള്ളെങ്കിൽ അപ്പം ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഈ പറഞ്ഞ പോലെ മെസ്സി ആയിട്ട് കിടക്കുന്ന വീട് നമുക്ക് എപ്പോഴും ഒരു സ്ട്രെസ്സ് തന്നെയാണ് അല്ലേ. അപ്പോൾ ആ ഒരു സ്ട്രെസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു റൂള് ഫോളോ ചെയ്താൽ നമുക്ക് കുറേയും കൂടി ആ സ്ട്രെസ്സ് കുറയ്ക്കാൻ പറ്റും. കാരണം നമ്മൾ അപ്പം തന്നെ ആ ടാസ്കുകൾ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് കാണുമ്പോഴും എല്ലാം ക്ലിയർ ആയിട്ട് ഇരിക്കുമ്പോൾ നമുക്കൊരു സമാധാനമാണ്. ടൈഡി ആയിട്ടിരിക്കുന്ന റൂമിലോട്ട് കയറി ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിന് സമാധാനം, ഈ അവിടെ ഇവിടെ സാധനങ്ങൾ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ശീലത്തിലോട്ട് മാറ്റുക. ഇത് പിന്നീട് ചെയ്തോളാം എന്നുള്ള ഒരു ട്രാപ്പാണത്. അത് ഈ പറഞ്ഞോട്ട് ഒരു പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യാന്ന് പറയില്ല, ആ ഒരു കാര്യത്തിലോട്ട് പോവാതെ നമ്മുടെ മൈൻഡിന് സമാധാനം കൊടുക്കുകയും ചെയ്യാം, വീട് നീറ്റാക്കി ഇടുകയും ചെയ്യാം. അതുപോലെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവും. നമ്മൾ ഈ 2 മിനിറ്റ് റൂള് ഫോളോ ചെയ്യുമ്പോൾ നാച്ചുറലി നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾക്കൊരു കൺസിസ്റ്റൻസി ഉണ്ടാവും. നമ്മൾ ഈ കുട്ടി കുട്ടി കാര്യങ്ങൾ ഡെയിലി ഇങ്ങനെ ചെയ്ത് പോകുമ്പോൾ കൂടുതൽ നല്ല ക്ലീനിങ് ഹാബിറ്റ്സ് നമുക്കുണ്ടാവും. പയ്യെ ഇത് ആഴ്ചകളും മാസങ്ങളും ഒക്കെ കഴിയുമ്പോഴത്തേനും നല്ലൊരു വെൽ മെയിൻറ്റെയിൻഡ് വീടായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. കാരണം നമ്മുടെ ഹാബിറ്റാണ് ഇവിടെ മാറുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു 2 മിനിറ്റ് റൂള് മാക്സിമം നമ്മൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ
നമ്മൾ ഈ നീട്ടി വെക്കുന്ന ശീലം അതും കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു റൂള് നമ്മൾ ഹെൽപ്പ് ചെയ്യും. കാരണം അത്രേ ഉള്ളൂ, പറഞ്ഞ പോലെ 2 മിനിറ്റ് എടുക്കുള്ളൂ, നമ്മൾ അപ്പം തന്നെ ചെയ്യുക. അപ്പോൾ ആ ഒരു മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ള ആ ഒരു ഫീല് നമുക്ക് മാറ്റുകയും ചെയ്യും. നമുക്ക് പിന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ നല്ലൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു അപ്പം ചെയ്യുന്ന ആ ഒരു കാര്യം നമ്മൾ മാറ്റുന്നത് ഈ പ്രൊക്രാസ്റ്റിനേഷനിലുള്ള ഒരു ഹാബിറ്റ് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനിയത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിലെ ആൾക്കാരെയും കൂടി നമുക്ക് ഈ ഒരു 2 മിനിറ്റ് റൂള് അപ്ലൈ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത്. ഹോം മേക്കിംഗ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഷെയർ ചെയ്ത് ചെയ്യേണ്ട കാര്യമാണ് അല്ലേ. അപ്പോൾ കുട്ടികളെയും ഇതൊന്ന് ശീലിപ്പിക്കുക. കുട്ടികളോടും അപ്പോൾ ടോയ്സ് എടുത്ത് വെക്കാൻ പറയുക. അതുപോലെ നമ്മുടെ ഇപ്പോൾ ഹസ്ബൻഡിനോട് ഡ്രസ്സ് അവിടെ ഇവിടെ ഇടാതെ ആ ഒരു സ്ഥലത്ത് തന്നെ ഹാങ് ചെയ്തിടാൻ വേണ്ടി പറയുക. അപ്പോൾ ഒരു സ്മൂത്തായിട്ട് വീട്ടിലെ കാര്യങ്ങൾ പോവും. അപ്പോൾ അത്രയും സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്, എല്ലാ പ്രായക്കാർക്കും മനസ്സിലാവുകയും ചെയ്യും. ഒരു ടീമായിട്ട് നമുക്ക് നമ്മുടെ വീട് നോക്കാൻ ഈ ഒരു പ്രിൻസിപ്പിൾ ഹെൽപ്പ് ചെയ്യും. വീട് ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ മാക്സിമം നമ്മൾ എല്ലാവരെയും ഈ ഒരു കാര്യം ശീലിപ്പിക്കുക. അപ്പോൾ കുട്ടികൾക്കും അത് നല്ലൊരു എന്താ പറയുക, നല്ലൊരു ലൈഫ് ലോങ് ഹാബിറ്റായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ കുട്ടി മെസ്സുകൾ ഇങ്ങനെ പെട്ടെന്ന് കൂടുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ആ കുട്ടി മെസ്സ് എന്ന് പറയുന്നത് വലിയ പ്രോബ്ലമായിട്ട് മാറും. കാരണം ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് തുടച്ചില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു രാത്രി നമ്മൾ തുടച്ചില്ല, നാളത്തേക്ക് വെച്ചു, അപ്പോൾ കൂടുതൽ ഉറുമ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങും. പിന്നെ ലോണ്ട്രി കുന്നുകൂടാൻ തുടങ്ങും. പാത്രങ്ങൾ കഴുകിയില്ലെങ്കിൽ അതിൻ്റെ ടെൻഷൻ വരും. അപ്പോൾ നമ്മൾ കുറേയൊക്കെ നമ്മൾ അപ്പം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ക്ലീൻ ആയിട്ടുള്ള, ഹെൽത്തി ആയിട്ടുള്ള, കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വീട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് സാധിക്കും. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്കൊരു മൈൻഡ്ഫുൾനെസ് ഉണ്ടാവും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പം ചെയ്യാണ് ഓരോ കാര്യങ്ങൾ, നമുക്ക് അപ്പം ഉള്ള ജോലികൾ നമുക്ക് ചെയ്യണം എന്ന് ഉള്ളൊരു മൈൻഡ്ഫുൾനെസ് നമുക്കുണ്ടാവും. എല്ലാ കാര്യങ്ങളും പിന്നീട് എടുക്കുക എന്നുള്ളതിനേക്കാളും നമ്മുടെ ചുറ്റുമുള്ളത് എങ്ങനെയാണ് എന്നുള്ളൊരു മൈൻഡ്ഫുൾനെസ് നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യം കൂടി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നത്തെ ഒരു കാര്യമാണ് നമുക്ക് തീരുമാനം എടുക്കാനുള്ള ബുദ്ധിമുട്ട്. കുറേ കാര്യങ്ങൾ വരുമ്പോൾ ഇനി എവിടെ നിന്നാണ് തുടങ്ങുക, എന്താണ് ചെയ്യുക. പക്ഷെ നമ്മളിത് കുറേ കാര്യങ്ങൾ അപ്പം നമ്മൾ ഡീൽ ചെയ്ത് പോവുകയാണെങ്കിൽ ഒരുപാട് പിന്നെ നമുക്ക് ചിന്തിക്കാനുണ്ടാവില്ല. കാരണം നമ്മളത് അപ്പം ഡീൽ ചെയ്ത് പോവുകയാണ്. പിന്നെ മീൽ പ്ലാനിങ് ആണെങ്കിലും ഓർഗനൈസിങ് ആണെങ്കിലും അങ്ങനത്തെ കുറേ വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടാവും. അപ്പോൾ ഈ കുട്ടി കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോവുകയാണെങ്കിൽ പിന്നെ ആ കാര്യങ്ങൾക്ക് നമുക്ക് ആവശ്യത്തിന് സമയം നമ്മുടെ കയ്യിൽ ഉണ്ടാവും. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷനാണ് ഈ ഒരു കുട്ടി കാര്യങ്ങൾ നമ്മൾ ചെയ്യാന്ന് പറയുമ്പോൾ. നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഒരു സർഫസ് അങ്ങ് തുടച്ചിട്ടാലോ അല്ലെങ്കിൽ ഒരു കുട്ടി ഒരു ലോണ്ട്രി പെട്ടെന്ന് അങ്ങോട്ട് അലക്കാനിട്ടാലോ എല്ലാം നമുക്ക് കുട്ടി അച്ചീവ്മെൻറ്റ്സ് ആണ്. നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവാനും നല്ലൊരു പ്രൊഡക്റ്റീവ് ഹാബിറ്റ് ഫോം ചെയ്യാനും എല്ലാം ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആ ഒരു മനസ്സിൻ്റെ സമാധാനം, ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്നുള്ള ആ ഒരു ആദ്യമൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ സ്ട്രെസ് ഇല്ലാതെ തന്നെ നമുക്ക് നല്ല വൃത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എപ്പോഴും വീട് വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് പണി എന്നുള്ളതാണ്. അപ്പോൾ അത് മാറ്റിയിട്ട് ഈ 2 മിനിറ്റ് റൂള് വെച്ചിട്ട് നമുക്ക് കുട്ടി കാര്യങ്ങളൊക്കെ അപ്പം ചെയ്തു പോവുകയാണെങ്കിൽ കുറേ നമ്മുടെ വീട് നീറ്റായിട്ട് തന്നെ അങ്ങ് പോവും. അപ്പോൾ മാക്സിമം ആ അപ്പം ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പം ചെയ്തു പോവുക. ഈ പറഞ്ഞ പോലെ ടൈം മാനേജ്മെൻറ്റിനും ഈ ഒരു കാര്യം ഹെൽപ്പ് ചെയ്യും. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഫ്യൂച്ചറിൽ ഒരുപാട് കൂടുതൽ ജോലികൾ ചെയ്യാനുണ്ടാവില്ലല്ലോ. അപ്പോൾ അല്ലെങ്കിൽ ഈ ജോലികൾ തന്നെ പിന്നീട് ചെയ്യുമ്പോൾ കൂടുതൽ സമയമെടുക്കും. അപ്പോൾ നമ്മുടെ സമയം ലാഭിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളിത് ഫോളോ ചെയ്യുന്നതിൻ്റെ നല്ല ഗുണങ്ങളാണ് കേട്ടോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നല്ലൊരു ഹാബിറ്റ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ കാര്യങ്ങൾ ചെയ്യാന്ന് പറയുന്നത് നല്ല ഒരു ഹാബിറ്റാണ്. അത് കൂടുതൽ പോസിറ്റീവ് ഹാബിറ്റ്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം ഇത് നമ്മൾ റിപ്പിറ്റേറ്റീവായിട്ട് ചെയ്യുമ്പോൾ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തു പോകാനുള്ള നല്ലൊരു ഹാബിറ്റ്, നമ്മുടെ മൈൻഡ് സെറ്റ് അത് ചെയ്യാനുള്ള ഒരു മടിയില്ലേ അത് മാറ്റാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്
പ്രസൻറ്റബിളായിട്ട് മാറുന്നതായിട്ട് കാണാം. നമ്മൾ പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ക്ലീനിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നിൽക്കുന്നതിനേക്കാളും നമ്മൾ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമല്ലോ, അപ്പോഴും നമ്മുടെ വീട് അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത് കാണാം. അപ്പോൾ അത് നോക്കുക. പിന്നെ ബിസി ഡേയ്സിൽ നമ്മൾ ഈ ഒരു റൂള് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ നമ്മുടെ അതൊരു ഹാബിറ്റായിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ തിരക്ക് പിടിച്ച ദിവസങ്ങളിലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടാവില്ല, കാരണം നമ്മളതങ്ങനെ ഓട്ടോമാറ്റിക്കലി ചെയ്തു പോകുന്നതുകൊണ്ട്. പിന്നെ നമുക്ക് ഹോം മേക്കിംഗ് കൂടുതലും എൻജോയ് ചെയ്യാൻ പറ്റും, കാരണം നമുക്ക് ഇത് ചെയ്യുന്നതുകൊണ്ട് കുറേ കാര്യങ്ങൾ അങ്ങ് ചെയ്തു പോകുന്നുണ്ടല്ലേ. അപ്പം നമുക്കതൊരു സാറ്റിസ്ഫാക്ഷൻ കണ്ടിന്യൂസ്ലി തന്നുകൊണ്ടിരിക്കും. പിന്നെ വീട് നല്ലതായിട്ട് മാനേജ് ചെയ്തിരിക്കുമ്പോഴത്തേനും നമുക്ക് തന്നെ ഒരു നല്ലൊരു ഹാപ്പിയാണ്. നമ്മുടെ എനർജി ഒന്നും പോവാതെ നമ്മളെപ്പോഴും മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കും. നമ്മളോട് തന്നെ നമുക്ക് പ്രൗഡായിട്ടിരിക്കും അല്ലേ. പിന്നെ അതുപോലെ നമ്മുടെ മനസ്സിനൊരു പ്രൊആക്റ്റീവ് മൈൻഡ് സെറ്റ് കൊണ്ടുവരും. നമുക്ക് കാര്യങ്ങൾ വരുമ്പോഴത്തേനും നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരാതെ നമുക്ക് ആ കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു നല്ലൊരു മെൻറ്റാലിറ്റി നമുക്ക് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതോടുകൂടി ഉണ്ടാവും. കൂടുതൽ വീട് ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കാനും നമ്മൾ കൂടുതൽ റെസ്പോൺസീവായിട്ടിരിക്കാനും എല്ലാം വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ലൈഫ് ലോങ്ങിന് നല്ല ടൈഡി ആയിട്ടുള്ള നമുക്കൊരു ഹാബിറ്റ് ഈ ഒരു റൂള് ഫോളോ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വരും. നല്ല ഓർഡറും ക്ലെൻലിനെസ്സും കൊണ്ടുവരും. പെട്ടെന്ന് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ, അതുപോലെ ഓരോ ടാസ്കുകൾ പെട്ടെന്ന് അവെയർ ആവാൻ, കൺസിസ്റ്റൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ എല്ലാം നമുക്ക് ആ ഒരു കാര്യം നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നല്ല ഫങ്ഷണൽ ആയിട്ടുള്ള വെൽക്കമിങ് ആയിട്ടുള്ള നല്ലൊരു വീട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അതും നമ്മൾ സ്ട്രെസ് ഫ്രീ ആയിട്ട്. അപ്പോൾ അത് എത്ര വലിയൊരു എഫക്റ്റാണ് നമുക്ക് ഈ ഒരു കാര്യം ചെയ്യുന്നതോടുകൂടി കിട്ടുന്നത്. അപ്പോൾ മാക്സിമം നമ്മളുടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ 2 മിനിറ്റോ അതിൽ കൂടുതലോ അതിൽ കുറവോ എടുക്കുന്ന ജോലികൾ അപ്പം ചെയ്തങ്ങ് പോകുന്നത് ശീലാക്കാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചു നോക്കുക. മിക്ക ആൾക്കാരും ഇത് ചെയ്യുന്നതായിരിക്കും, എന്നാലും ചെയ്യാത്ത ആൾക്കാരുണ്ടാവും. വീടുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടാവും. കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഒത്തിരി മടി തോന്നുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഇത് ഒത്തിരി ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ തുടക്കത്തിൽ ചിലപ്പോൾ അതൊരു ബുദ്ധിമുട്ടാവും, പക്ഷെ നമ്മളിത് കൂടുതൽ ഡെയിലി നമ്മൾ അതിനെപ്പറ്റി ഓർത്ത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു അതെന്തായാലും നമ്മുടെ ലൈഫിൽ ഉപകാരപ്പെടും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. 2 മിനിറ്റ് റൂള് അതിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെയാണ് ഇന്ന് ഷെയർ ചെയ്തത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അപ്ലൈ ചെയ്തു നോക്കുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇപ്പോൾ ഹൈപ്പ് ബട്ടൺ ഉണ്ട്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ.